ഹലോ, ഇന്നത്തെ വീഡിയോ ജെയ്ഡ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനാണ്. അപ്പോൾ ജെയ്ഡ് പ്ലാന്റ് നമ്മൾ കട്ടിങ്സ് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. എനിക്കിതുപോലെ ഒരു കട്ടിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാനത് ഇങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സിംഗിളായിട്ടും നട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പ്ലാന്റാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ ഇതിൻ്റെ സൈഡിലുള്ള കുഞ്ഞ് ബ്രാഞ്ചസും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ലീവ്സും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രെയിൽ ഇതുപോലെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ടൈപ്പ് മണ്ണാവണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ബ്രാഞ്ചസും നട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് ജെയ്ഡ് പ്ലാന്റ് നട്ട് കൊടുക്കേണ്ടത്. ഇനി വേര് വന്നിട്ടുള്ള ജെയ്ഡ് പ്ലാന്റ് എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പറമ്പിലൊക്കെ കാണുന്ന മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ മണലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജെയ്ഡ് പ്ലാന്റിന് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന ടൈപ്പ് പോട്ടിംഗ് മിക്സാണ് വേണ്ടത്. ഇനി ഈ പോട്ടിംഗ് മിക്സ് നമുക്ക് ഈ ഒരു പോട്ടിലോട്ട് നിറച്ച് കൊടുക്കാം. ഇനി ഓരോ പ്ലാന്റായിട്ട് നമുക്ക് ഇതിൽ തന്നെ നട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റും ഈ ഒരു പോട്ടിൽ തന്നെയാണ് നട്ട് കൊടുക്കുന്നത്. ഇനി ഈ പ്ലാന്റ് കുറച്ചും കൂടി വലുതാവുമ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് ഒരു പോട്ടിൽ എന്ന രീതിയിൽ നട്ട് കൊടുക്കാം. ഇവിടെ എല്ലാ പ്ലാന്റും ഒരു പോട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ ജെയ്ഡ് പ്ലാന്റ് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഗ്രോത്ത് സ്റ്റേജ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്